കണ്ണൂർ ജില്ലയിലെ നാറാത്ത് പഞ്ചായത്തിലുള്ള കണ്ണാടിപ്പറമ്പ് എന്ന പ്രദേശത്താണ് ഞാനുള്ളത്. റോഡ് അപകട പരമ്പരയുടെ നിത്യസംഭവമാണ് ഈ പ്രദേശത്ത്. ഇന്ന് ഞാൻ പറയുന്നത് ഒരു റോഡ് അപകടത്തെ പറ്റിയല്ല, മറിച്ച് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അജ്മൽ നാറാത്തിൻ്റെ ഒരു കഥയാണ്. കഥ പറയാം. ഇതാണ് കണ്ണാടിപ്പറമ്പ് അമ്പലത്തിൻ്റെ പരിസരം. അമ്പലത്തോട് ചേർന്നങ്ങനെ കുളങ്ങളൊന്നുമില്ല. റോഡിൻ്റെ എതിർവശത്ത് ആറാട്ടുകുളമെന്ന ഒരു ചെറിയ കുളമുണ്ട്. അവിടെയാണ് ഈ അപകടം സംഭവിച്ചത്. താഴോട്ടേക്ക് ബൊറമടി എട്ടിന് ട്രൗസർ എട്ടിന് ആ കാണുന്ന ട്രൗസർ ഓൻ്റെതല്ല. കുളത്തിൻ്റെ പരിസരത്ത് താമസിക്കുന്ന 2 ചേച്ചിമാരാണ് ഇതേക്കുറിച്ചുള്ള വിവരം എനിക്ക് തന്നത്. കുളക്കരയിലേക്കുള്ള ഇടുങ്ങിയ വഴിയാണിത്. അജ്മൽ അവസാനമായി നടന്നു നീങ്ങിയ ആ വഴി, ഒരിക്കലും തിരിച്ചു വരാത്ത വഴി. അടുത്ത വീട്ടിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യമാണ് ഈ കാണുന്നത്. മുന്നിൽ നടക്കുന്ന ക്രീം കളറുള്ള ടീഷർട്ട് ധരിച്ചതാണ് അജ്മൽ, കൂടെ അവൻ്റെ ബന്ധുവും. ഒരിക്കലും തിരിച്ചു വരാത്ത അജ്മലിൻ്റെ അവസാന യാത്രയാണിത്. ഒരു രക്ഷിതാവിനും ഇത്തരത്തിലുള്ള ദുരന്ത വാർത്ത അഭിമുഖീകരിക്കാൻ അവസരം വരല്ലേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതെന്തായാലും ഉണ്ടല്ല, ഒരു കുട്ടികളെ നിങ്ങൾ കുളിക്കാൻ വിടുക. എന്താണെന്നറിയാം, ഒരു ചെരിഞ്ഞ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുളത്തിലേക്കാണ് പറമ്പിലുള്ള മുഴുവൻ അഴുക്ക് വെള്ളവും ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ അമീബിക് എന്ന മസ്തിഷ്ക ജ്വരം, മാരകമായ ഈ രോഗത്തിന് കാരണമാകുന്നത് ഇത്തരം അഴുക്ക് വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നത് കൊണ്ടാണ്. കുട്ടികൾ ഒരിക്കലും ഇതിൽ കുളിക്കാൻ പാടില്ല. ഒന്നുകിൽ അധികൃതർ അതിന് മതിൽ കെട്ടി അഴുക്ക് വെള്ളം അതിലേക്ക് ഇറങ്ങാതിരിക്കണം. ഈ കാണുന്ന 2 ചെരുപ്പുകൾ അജ്മലിൻ്റേതാണ്. പത്മരാജൻ്റെ മൂന്നാം പക്കമെന്ന ഒരു സിനിമയുടെ കഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം അത്രയേറെ ശോകമൂകമാണ് ഈ കുളത്തിൻ്റെ പരിസരം. ആ കാണുന്ന ചെരുപ്പുകളെക്കുറിച്ച് ഞാൻ ഇവിടെയുള്ള ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് അജ്മലിൻ്റേതാണ്. കുളിക്കുന്നതിന് മുമ്പ് അവിടെ അഴിച്ചു വെച്ചതാണ്. അതും വളരെ വേദനയുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ കുളത്തിൻ്റെ പരിസരത്ത്. ഈ കുളക്കരയിലൂടെ ഈ പ്രദേശത്തിൻ്റെ അടുത്ത പ്രദേശമായ മാലോട്ട് നിന്നും കുട്ടികൾ സ്കൂളിലേക്ക് പോകാറുണ്ടത്രേ. 2 ദിവസം മുമ്പ് വരെ ഇതിലേ പോയിരുന്നു. പക്ഷേ ഈ അപകടം നടന്നപ്പോൾ എല്ലാവരും ഭയന്നു. അതിനുശേഷം കുട്ടികൾ ഇതിലേ പോയില്ല എന്നാണ് പരിസരവാസികൾ പറഞ്ഞത്. ഇതിൽ നല്ലോണം ചളി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം, ഇത് ചെരിഞ്ഞ സ്ഥലമല്ലേ, മുഴുവൻ അഴുക്ക് വെള്ളം ഇറങ്ങി പോകുന്നൊരു സ്ഥലമാണ്. അത് മാത്രമല്ല, പിന്നെ ഇപ്പം നമ്മളെ ഒരു രോഗം വരുന്നുണ്ട് തലച്ചോറിൽ, മൂക്കിലെ വെള്ളം കയറിയാൽ. അത് ഇത്തരം കുളത്തിൽ കുളിച്ചാലുണ്ടാവുക. അതിനെന്ത് പറഞ്ഞാൽ നല്ല ഭിത്തി കെട്ടി മേലെ നിന്ന് വരുന്ന വെള്ളം പുറത്തേക്ക് പോകുന്ന സംവിധാനം ഉണ്ടെങ്കിലേ കുളിക്കാൻ പാടുള്ളൂ. അതെ, ഇതാരായിരിക്കും പണിതിട്ടുണ്ടാവുക? ഈ സാധനം ഇപ്പം അടുത്തെങ്ങാൻ പണിതുപോലെ നല്ല പുതിയത് അതെയാ. അടിന്ന് ഓറ് എടാ ആടെന്നാ സംഭവിച്ചത്. പക്ഷേ ഇവിടെയും വഴുതുന്ന സ്ഥലമൊന്നും കാണുന്നില്ല അല്ലേ? അടുത്ത് വീടുണ്ടല്ലോ, അവരും അറിയുന്നില്ല. അല്ല, ഈ കുട്ടി ഇടത്തേക്കാ ഓടിയെന്ന്, റോഡിലേക്കാ പോലും ഓടി. ഓൻ ആടെ ഓടേണ്ടതിനും ഓൻ ഇടിയടയും കൂടിയാൽ മതിയായിരുന്നു. ആണുങ്ങൾ
പക്ഷെ ഓറ് ഓ ഓക്കെ. ആ കാണുന്ന ചെരുപ്പുകൾ അജ്മലിൻ്റേതാണ്. അവൻ അവസാനമായി ഇവിടെ അഴിച്ചു വെച്ചാണ് ഈ കുളത്തിലേക്ക് കുളിക്കാനിറങ്ങിയത്. പത്മരാജൻ്റെ മൂന്നാം പക്കമെന്ന ഒരു സിനിമയുടെ കഥയെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു ഈ കുളവും പരിസരവും. നമ്മുടെ ഇടയിൽ നിന്നും ദേശത്തിനും വീട്ടിനും നാട്ടുകാർക്കുമൊക്കെ നഷ്ടമായി യുവാക്കളിങ്ങനെ നമ്മെ വിട്ട് പിരിയുകയാണ്. ഇതിന് നമുക്കൊരു തടയിടാൻ ഒരു പരിധിവരെ കഴിയണം. ഒന്നുകിൽ +2 മുമ്പായി തന്നെ കുട്ടികളെയൊക്കെ നീന്തം പഠിപ്പിക്കാനുള്ള ഒരു പരിശ്രമം തദ്ദേശ ഭരണത്തിൻ്റെ കീഴിൽ, അധ്യാപകരുടെ കീഴിൽ നാം വളർത്തി വരുത്തേണ്ടിയിരിക്കുന്നു. എല്ലാ കുട്ടികളെയും നീന്തം പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള അപകടം ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റുമെന്ന് തോന്നുന്നു. മറ്റൊന്ന്, കുളക്കര മുഴുവൻ ശുചീകരിച്ച് നല്ല ഒരു കുളിക്കാനുള്ള, ആരോഗ്യപരമായി കുളിക്കാനുള്ള ഒരു സാഹചര്യം അധികൃതർ ഒരുക്കുക. ഇനി ഒരച്ഛനും അമ്മക്കും ഇതുപോലുള്ള ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ.